അപ്പൊ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുക. ഫിസിക്സിൽ എപ്പോഴും കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ന്യൂമറിക്കൽ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ക്വസ്റ്റ്യൻ ഒരു 1-2 പ്രാവശ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കൃത്യമായിട്ട് തന്നെ വായിച്ചിരിക്കണം, മനസ്സിലാക്കി വായിച്ചിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഗിവൺ തിങ്സ് ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ ആ റെപ്രസെന്റേഷൻ ലെറ്റർ വെച്ചിട്ട് എഴുതി വെക്കുക. അത് മസ്റ്റ് ആണ് കേട്ടോ, എഴുതി വെക്കുക. അതുപോലെ തന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത് അത് ഇതുപോലെ തന്നെ റെപ്രസെന്റേഷൻ ലെറ്റർ വെച്ചിട്ട് എഴുതുക. ഈസ് ഈക്വൽ ടു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് ഇട്ട് വെക്കുക. അപ്പൊ എന്താണ്, നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഏത് ഇക്വേഷൻ ആണെന്ന് ചിലപ്പോൾ മനസ്സിലാകില്ലായിരിക്കാം. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇങ്ങനെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യമേ എഴുതി വെക്കുക എന്നുള്ളത്. എന്നിട്ട് ഈ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കഴിയുമ്പോൾ അത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏത് ഇക്വേഷൻ ആണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് ഓർമ്മ വരും. അങ്ങനെ നിങ്ങൾ ആ ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാം ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ കാണുമല്ലോ, അപ്പൊ എന്താണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ മാക്സിമം ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്താണ് റിസൾട്ട് എഴുതണം. റിസൾട്ട് എഴുതുമ്പോൾ എല്ലാവരും ഇപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് യൂണിറ്റ് എഴുതാൻ മറന്നുപോകും. യൂണിറ്റ് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് തന്നിരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ നൊട്ടേഷൻസ് വെച്ച് എഴുതുക എന്നുള്ളത് കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും.